Welcome students, welcome back to BK Zoology classes. So, നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുന്നു. ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് മെൻസ്ട്രൽ സൈക്കിളാണ്. മെൻസ്ട്രൽ സൈക്കിൾ ഫീമെയിലിൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന സെക്ഷൽ സൈക്കിൾ, മെൻസ്ട്രൽ സൈക്കിളാണ്. ആൻഡ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇൻസെമിനേഷൻ, അതേപോലെ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ, ഈ മൂന്ന് കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോൾ? റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് എന്ന ടോപ്പിക്കിൽ. റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ്, അപ്പോൾ ആ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് എന്ന ടോപ്പിക്ക് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സിലുള്ളത്? ഒന്നാമത്തത് ഗ്യാമറ്റോജെനിസിസ് ആണ്, രണ്ടാമത്തത് ഇൻസെമിനേഷൻ, മൂന്നാമത്തത് ഫെർട്ടിലൈസേഷൻ ആണ്, നാലാമത്തത് ഇംപ്ലാന്റേഷൻ, ദെൻ നെക്സ്റ്റ് ജസ്റ്റേഷൻ ആൻഡ് പാർച്ചുറേഷൻ. അത്രയും കാര്യങ്ങളാണ് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് എന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഗ്യാമറ്റോജെനസിസ് എന്ന ടോപ്പിക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഗ്യാമറ്റോജെനസിസ് ഇറ്റ് ഇസ് ദ ഫോർമേഷൻ ഓഫ് ഗ്യാമേറ്റ്. നമ്മൾ പറഞ്ഞു ഗ്യാമേറ്റിൻ്റെ ജെനസിസ്, ഗ്യാമേറ്റിൻ്റെ ഫോർമേഷനാണ്. ആൻഡ് അവിടെ രണ്ട് തരത്തിൽ ഗ്യാമേറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് രണ്ട് തരത്തിൽ ഗ്യാമേറ്റുകളുണ്ട്. മെയിൽ ഗ്യാമേറ്റായ സ്പേം ഉണ്ട്, ഫീമെയിൽ ഗ്യാമേറ്റായിട്ടുള്ള ഓവം ഉണ്ട്. മെയിൽ ഗ്യാമേറ്റായ സ്പേമിൻ്റെ ഫോർമേഷനെ സ്പെർമാറ്റോജെനസിസ് എന്നും ഓവത്തിൻ്റെ ഫോർമേഷനെ ഊജെനസിസ് എന്നും പറയും. ഇപ്പോൾ സ്പെർമാറ്റോജെനസിസും ഊജെനസിസും നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലോ. ആൻഡ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഇൻസെമിനേഷൻ, അത് കഴിയുമ്പോൾ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ഈ മൂന്ന് ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഇൻസെമിനേഷൻ. എന്താ ഇൻസെമിനേഷൻ എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് the semen into the female tract. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓപ്പണിംഗ് ആയിട്ടുള്ള വെജൈനയ്ക്കകത്തേക്ക് സെമൻ ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ഇൻസെമിനേഷൻ. എന്താ സെമൻ എന്ന് വെച്ചാൽ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സെമൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ മിക്സ്ചർ വിച്ച് കണ്ടെയ്ൻസ് the sperms and seminal plasma. സെമിനൽ പ്ലാസ്മ. എന്താ സെമിനൽ പ്ലാസ്മ? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറഞ്ഞ സമയത്ത് അവിടെ ആക്സസറി റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡുകളുണ്ട്. ഈ മൂന്ന് ഗ്ലാൻഡുകളുടെയും കലക്റ്റീവായ സെക്രീഷനെ പറഞ്ഞ പേരാണ് സെമിനൽ പ്ലാസ്മ. ആ സെമിനൽ പ്ലാസ്മയ്ക്കകത്തേക്ക് സ്പേം കൂടി ചേരുമ്പോൾ ആ ഫ്ലൂയിഡാണ് പെനിസ് വഴി പുറത്തു വരുന്നത്. ആ ഫ്ലൂയിഡിനെ പറഞ്ഞ പേരാണ് സെമൻ. അപ്പോൾ സെമിനൽ പ്ലാസ്മയും സ്പേമും കൂടി ചേർന്ന മിക്സ്ചറിനെ പറഞ്ഞ പേരാണ് സെമൻ എന്ന് പറയുന്നത്. ആ സെമനാണ് പെനിസ് വഴി, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള പെനിസ് വഴി പുറത്തേക്ക് വരുന്നത്. സോ റീപ്രൊഡക്ഷൻ്റെ, മെയ്റ്റിങ്ങിൻ്റെ, അല്ലെങ്കിൽ കോയിറ്റസ് അല്ലെങ്കിൽ കോപ്പുലേഷൻ എന്ന് പറയും. അതായത് മെയിലും ഫീമെയിലും തമ്മിലുള്ള റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് കോയിറ്റസ് അല്ലെങ്കിൽ മെയ്റ്റിംഗ് അല്ലെങ്കിൽ കോപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ ആ പ്രോസസ്സിൽ പെനിസ് വഴി പുറത്തേക്ക് വരുന്ന ആ ഫ്ലൂയിഡിനെ, ഒരു വൈറ്റിഷ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് സെമൻ. ആ സെമൻ ഫീമെയിലിൻ്റെ വെജൈനയ്ക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ സെമനെ ഫീമെയിൽ ബോഡിക്കകത്തേക്ക്, വെജൈനയ്ക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെമനകത്ത് സ്പേം ഉണ്ടല്ലോ, ആ സ്പേം വെജൈനയ്ക്കകത്തെത്തി. അപ്പോൾ എന്ത് ചെയ്യും? സ്പേംസ് ആർ മോട്ടൈൽ, മൂവ്മെൻറ്റ് കപ്പാസിറ്റിയുള്ള സ്പേമിൽ ടെയിലൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് ആ ഫ്ലൂയിഡിൽ അത് മൂവ് ചെയ്യും. ഇപ്പോൾ വെജൈനയ്ക്കകത്താണ്, വെജൈനയിൽ നിന്ന് അത് സെർവിക്സിലേക്ക് കയറും, സെർവിക്സിൽ നിന്ന് യൂട്രസിലേക്ക് കയറും, യൂട്രസിൽ നിന്ന് ഫെലോപ്പിയൻ ട്യൂബിനകത്തേക്ക് എൻ്റർ ചെയ്യും. ഫെലോപ്പിയൻ ട്യൂബിനകത്തേക്ക് എൻ്റർ ചെയ്തു ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഇസ്തുമസ് ആംബുലയിലേക്ക് മൂവ് ചെയ്യുന്നു. അതേ സമയത്ത് അവിടെ ഓജൻസിലൂടെ ഓവം ഉണ്ടായിട്ടുണ്ടല്ലോ ഫീമെയിൽ ബോഡിക്കകത്ത്, ആ ഓവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായി. സോ ഓവത്തിനെ റിലീസ് ചെയ്യുന്നു. ഓവുലേഷൻ ഈസ് ദ റിലീസ് ഓഫ് ഓവം ആണോ? അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ റിലീസ് ഓഫ് സെക്കൻഡറി യൂസേറ്റ്. ആക്ച്വലി ഓവം അല്ല, സെക്കൻഡറി യൂസേറ്റാണ്. ആ സെക്കൻഡറി യൂസേറ്റിനെ റിലീസ് ചെയ്തു, ഓവുലേഷൻ വഴി റിലീസ് ചെയ്തു. ആ റിലീസ് ചെയ്ത ഓവറിൽ നിന്ന് ഓവത്തിനെ റിലീസ് ചെയ്തപ്പോൾ അത് ഫെലോപ്പിയൻ ട്യൂബ് പിടിച്ചെടുത്തു. ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഫസ്റ്റ് പാർട്ടായ ഇൻഫൻറ്റിബുലത്തിൻ്റെ ഫ്രണ്ട് പാർട്ടായിട്ടുള്ള ഫിംബ്രിയെ പിടിച്ചെടുത്ത് ഇൻഫൻറ്റിബുലം വഴി ആംബ്യുളിലേക്ക് എത്തി. സോ ഓവം ആംബ്യുളിലെത്തി, സ്പേമും ആംബ്യുളിലെത്തി. അപ്പോൾ എന്ത് സംഭവിക്കും? ഫെർട്ടിലൈസേഷൻ ഉണ്ടാവും. യെസ്, ദാറ്റ് ഈസ് ദ ഫെർട്ടിലൈസേഷൻ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഉണ്ടാകുന്ന എപ്പോഴാണ്? സ്പേമും ഓവും രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംബ്യുളയിൽ എത്തിക്കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടാകും. യെസ്, ദെൻ നെക്സ്റ്റ് ഈസ് ദ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ
ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ആണ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ആംബ്യുള റീജിയൻ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്നത്. എപ്പോഴാണ് ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുക? ഇഫ് സൈമൾട്ടേനിയസ്ലി ദ സ്പേം ആൻഡ് ഓം ആർ പ്രസൻറ്റ് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംബ്യുള റീജിയനിലേക്ക് സ്പേമും ഓവും രണ്ടും ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ സാധാരണ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എല്ലാ മേറ്റിങ്ങിലും എല്ലാ കോപ്പുലേഷനിലും ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുമോ? ഫെർട്ടിലൈസേഷൻ ഉണ്ടാവണമെങ്കിൽ സ്പേമും ഓവും സൈമൾട്ടേനിയസ്ലി ഫെലോപ്പിയൻ ട്യൂബിനകത്ത് ഉണ്ടാവണം. ഫെലോപ്പിയൻ ട്യൂബിനകത്ത് സ്പേമും ഓവും ഉണ്ടെങ്കിൽ ദെൻ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവും. കാരണം ചിലപ്പോൾ ഇൻസെമിനേഷൻ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ അവിടെ ഓവ് ഉണ്ടായെന്ന് വരില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഓവുലേഷൻ ഉണ്ടായെന്ന് വരാം, ഇൻസെമിനേഷൻ ഉണ്ടായെന്ന് വരാം. ഇൻസെമിനേഷൻ ഉണ്ടാവണം, അതേപോലെ ഓവുലേഷൻ ഉണ്ടാവണം. രണ്ടും ഉണ്ടായി ഒരേ സമയത്ത് സ്പേമും ഓവും രണ്ടും ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംബ്യുളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവും. യെസ്, അപ്പോൾ സ്പേമും ഓവും ആംബ്യുളിൽ എത്തിക്കഴിഞ്ഞാൽ സ്പേം ഓവത്തിനടുത്ത് എത്തുമ്പോൾ ദ സ്പേമിൻ്റെ അക്രോസോം ബ്രേക്ക് ചെയ്യും. നമുക്കറിയാം സ്പേമിൻ്റെ സ്ട്രക്ചർ പിടിച്ചാണ് സ്പേമിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗമാണ് ഹെഡിൻ്റെ മുകളിൽ ഭാഗത്താണ് അക്രോസോം ഉള്ളത്. ആൻഡ് അക്രോസോം ബ്രേക്ക് ചെയ്യുന്നു. അക്രോസോം കണ്ടെയ്ൻസ് ദ ലൈറ്റിക് എൻസൈം ഹയാലുറോണിഡേസ്. ഹയാലുറോണിഡേസ് എന്ന ലൈറ്റിക് എൻസൈം ഉണ്ട്. ആ ലൈറ്റിക് എൻസൈം റിലീസ് ചെയ്യും. ആ ലൈറ്റിക് എൻസൈം ഓവത്തിൻ്റെ മെംബ്രെയിനെ മുകളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഡിസോൾവ്സ് ദ മെംബ്രെയിൻ ഓഫ് ഓവം. ഓവത്തിൻ്റെ മെംബ്രെയിനെ ഡിസോൾവ് ചെയ്യാനുള്ള ലൈറ്റിക് എൻസൈമാണ് ഹയാലുറോണിഡേസ് എൻസൈം. അപ്പോൾ ഹയാലുറോണിഡേസ് എൻസൈം റിലീസ് ചെയ്യുമ്പോൾ അത് ഓവത്തിൻ്റെ മെംബ്രെയിനെ ഡിസോൾവ് ചെയ്യുന്നു. സോ ആ സ്പേം ഓവത്തിനകത്തേക്ക് എൻട്രി ചെയ്യുകയാണ്. ഓവത്തിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗമാണ് കൊറോണ റേഡിയേറ്റ കഴിഞ്ഞ് സോണാ പെല്ലൂസിഡ ആൻഡ് അങ്ങനെ പ്ലാസ്മ മെംബ്രെയിൻ വഴി സൈറ്റോപ്ലാസത്തിലേക്ക് എൻട്രി ചെയ്യുന്നു. അപ്പോൾ ഈ സോണാ പെല്ലൂസിഡ ഫസ്റ്റ് ലെയറായ കൊറോണ റേഡിയേറ്റ് കഴിഞ്ഞ് സോണാ പെല്ലൂസിഡ എന്ന ലെയറുമായിട്ട് സ്പേം കോണ്ടാക്ട് ചെയ്യുമ്പോൾ സോണാ പെല്ലൂസിഡ എന്ന ലെയറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോണാ പെല്ലൂസിഡയ്ക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ആൻഡ് ഇറ്റ് ഫോംസ് എ ന്യൂ മെംബ്രെയിൻ നോൺ ആസ് ദ ഫെർട്ടിലൈസേഷൻ മെംബ്രെയിൻ ഫോം ചെയ്യുന്നു ടു പ്രിവെൻറ്റ് പോളിസ്പേമി. എന്താ പോളിസ്പേമി എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ സ്പേംസ് ഓവത്തിനകത്തേക്ക് എൻട്രി ചെയ്യുക. അതിനെ പ്രിവെൻറ്റ് ചെയ്യണം. പോളിസ്പേമി പ്രിവെൻറ്റ് ചെയ്യണം. നമ്മൾ മോണോസ്പേമിക് ആണ്. സോ പോളിസ്പേമി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഫെർട്ടിലൈസേഷൻ മെംബ്രെയിൻ ഫോം ചെയ്യുന്നു. എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? ഈ സ്പേം ഓവത്തിൻ്റെ ലെയറായിട്ടുള്ള സോണാ പെല്ലൂസിഡ എന്ന ലെയറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫോംസ് ദ ഫെർട്ടിലൈസേഷൻ മെംബ്രെയിൻ ടു പ്രിവെൻറ്റ് പോളിസ്പേമി. അപ്പോൾ സോണാ പെല്ലൂസിഡ കഴിഞ്ഞ് പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞ് സൈറ്റോപ്ലാസത്തിലേക്ക് എൻട്രി ചെയ്യുന്നു. സൈറ്റോപ്ലാസത്തിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ സ്റ്റിമുലേറ്റ്സ് ദ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഓഫ് സെക്കൻഡറി oocyte. നമുക്കറിയാം ഇപ്പോൾ ഇത് ആക്ച്വലി ഓവല്ല, ഓവുലേഷൻ സമയത്ത് റിലീസ് ചെയ്യുന്നത് ഓവല്ല, സെക്കൻഡറി oocyte ആണ്. ആ സെക്കൻഡറി oocyteൻ്റെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നാൽ മാത്രമേ ഓവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്പേം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ oogenesis പ്രൈമറി oocyteൽ നിന്ന് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ വഴി ഒരു സെക്കൻഡറി oocyteും ഒരു പോളാർ ബോഡിയും ഫോം ചെയ്യും. ആ സെക്കൻഡറി oocyteൻ്റെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഉണ്ടാവുന്നത് ഓൺലി ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ സ്പേം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനാണ് ടു ഫോം ദ ഓവം ആൻഡ് എ സ്മോൾ പോളാർ ബോഡി. സെക്കൻഡ് പോളാർ ബോഡി ഫോം ചെയ്യുന്നു. ദ സെക്കൻഡ് പോളാർ ബോഡി ഇറ്റ് വിൽ ഓൾസോ ഡിജനറേറ്റ്സ് ആൻഡ് ഓവം ഫോം ചെയ്തു. ഓവത്തിനകത്ത് ഇപ്പോൾ സ്പേം ഉണ്ട്. ദ ഫ്യൂഷൻ ഓഫ് സ്പേം ന്യൂക്ലിയസ് ആൻഡ് ഓവൻ ന്യൂക്ലിയസ് ടു ഫോം സൈഗോട്ട്. യെസ്, അങ്ങനെ സൈഗോട്ട് ഫോം ചെയ്തു. അതായത് അപ്പോൾ സ്പേമും ഓവും രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംബുളിൽ എത്തുന്നു. സ്പേമിൻ്റെ അക്രോസോം ബ്രേക്ക് ചെയ്തുകൊണ്ട് ലൈറ്റിക് എൻസൈം ആയിട്ടുള്ള ഹയാലുറോണിഡേസ് എൻസൈം റിലീസ് ചെയ്യുന്നു. ഇറ്റ് വിൽ ഡിസോൾവ് ദ മെംബ്രെയിൻ ഓഫ് ഓവം. അങ്ങനെ സ്പേം അതിനകത്തേക്ക് കയറുമ്പോൾ ഓവത്തിനകത്തേക്ക് കയറുമ്പോൾ സോണാ പെല്ലൂസിഡ എന്ന ലെയറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ സോണാ പെല്ലൂസിഡ ഫോംസ് എ ന്യൂ ലെയർ നോൺ ആസ് ദ ഫെർട്ടിലൈസേഷൻ മെംബ്രെയിൻ ടു പ്രിവെൻറ്റ് പോളിസ്പേമി. ദെൻ സ്പേം അങ്ങോട്ട് പിന്നെ എൻട്രി ചെയ്യുമ്പോൾ it stimulates the second meiotic division of secondary oocyte to form the ovum and polar body. The polar body degenerates and ovathinte nucleusum sperm nucleusum fuse ചെയ്യുന്നു to form the zygote. Yes, അപ്പോൾ സൈഗോട്ട് ഫോം ചെയ്തു. ഇപ്പോഴാണ് സൈഗോട്ടിൻ്റെ സെക്സ് ഏതാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. ഏത് കുട്ടിയാണ് ഉണ്ടാവുന്നത്, മെയിലാണോ ഫീമെയിലാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് ഈ സമയത്താണ്. യെസ്, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ടോപ്പിക്, മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. എങ്ങനെയാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്? അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ ഇപ്പോൾ നമുക്കറിയാം സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ക്രോമസോംസ് ആണ്.
നമുക്ക് രണ്ട് തരത്തിലുള്ള ക്രോമസോംസ് ഉള്ളത്. ഒന്ന് ഓട്ടോസോംസ് ആൻഡ് രണ്ടാമത്തത് എല്ലോസോംസ് അല്ലെങ്കിൽ സെക്സ് ക്രോമസോംസ് എന്ന് പറയും. ഓട്ടോസോംസ് ഉണ്ട്, സെക്സ് ക്രോമസോംസ് ഉണ്ട്. നമുക്ക് ആകെ 46 ക്രോമസോമാണല്ലോ ഉള്ളത്. 46 ക്രോമസോമാണുള്ളത്. ആ 46 ക്രോമസോമിൽ 44 ക്രോമസോംസ് ഓട്ടോസോംസ് ആണ്. സെക്സ് ഒഴികെയുള്ള മറ്റ് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നതാണ് ഓട്ടോസോംസ് ആൻഡ് സെക്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ് എല്ലോസോംസ്. അപ്പോൾ 44 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോമുമാണ് മനുഷ്യന്മാർക്കുള്ളത്. ഇനി ഒരു മെയിലിനെ എടുത്താൽ മെയിലിന് 44 ഓട്ടോസോംസ് ആണ് പ്ലസ് 2 സെക്സ് ക്രോമസോമാണല്ലോ. അതിൽ ഒന്ന് എക്സ് ആണ്, ഒന്ന് വൈ ആണ്. സോ മെയിലിൽ 2 ടൈപ്പ് സെക്സ് ക്രോമസോമാണുള്ളത്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പോൾ 44 ഓട്ടോസോംസ് പ്ലസ് എക്സ് വൈ, ദാറ്റ് ഈസ് മെയിൽ. ഇനി ഫീമെയിൽ ആണെങ്കിലോ, ഫീമെയിലും 46 ക്രോമസോമാണ്. അവിടെ 44 ഓട്ടോസോംസ് പ്ലസ് എക്സ് ആണ്. 2 ടൈപ്പ് സെക്സ് ക്രോമസോം ഇല്ല, ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ, എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. മെയിലിൽ 2 ടൈപ്പ് ഉണ്ട്, എക്സും വൈയും ഉണ്ട്. എന്നാൽ ഫീമെയിലിൽ എക്സ് മാത്രമേ ഉള്ളൂ. സോ 44 ഓട്ടോസോംസ് പ്ലസ് എക്സ് ആണ് ഫീമെയിൽ. ഇനി ഗ്യാമേറ്റ്സ് നോക്കാം. മെയിൽ ഉണ്ടാക്കുന്ന ഗ്യാമേറ്റ് ആണെങ്കിൽ ഗ്യാമേറ്റിൽ 23 ക്രോമസോമല്ലേ ഉണ്ടാവുള്ളൂ. 23 ക്രോമസോമുള്ള ഗ്യാമേറ്റിൽ ഉണ്ടാക്കുക. അപ്പോൾ 23 ക്രോമസോം ആകുമ്പോൾ അതിൽ 22 ഓട്ടോസോംസ്, 22 ഓട്ടോസോംസ് ആണ്. ആൻഡ് ഒരു സെക്സ് ക്രോമസോമാണ്, അത് എക്സ് ആവാം അല്ലെങ്കിൽ വൈ ആവാം. അപ്പോൾ 2 തരത്തിലുള്ള ഗ്യാമേറ്റുകൾ, 2 തരത്തിലുള്ള സ്പേം ഉണ്ടാക്കുന്നുണ്ട് മെയില്. ഒന്ന് എക്സ് ഉള്ള സ്പേം ഉണ്ടാക്കുന്നുണ്ട്, ഒന്ന് വൈ ഉള്ള സ്പേം ഉണ്ടാക്കുന്നുണ്ട്. നമുക്കിവിടെ പിക്ചർ നോക്കുക. 22 ഓട്ടോസോംസ് പ്ലസ് എക്സ് ഒരു ടൈപ്പ്, 22 ഓട്ടോസോംസ് പ്ലസ് വൈ രണ്ടാമത്തെ ടൈപ്പ്. അങ്ങനെ 2 ടൈപ്പ് സ്പേം ഉണ്ടാക്കും മെയില്. ഹെട്രോഗ്യാമേറ്റിക് 2 ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ് ഉണ്ടാക്കുന്ന ആളാണ് മെയിൽ. എന്നാൽ ഫീമെയിലോ, ഫീമെയിലും 23 ക്രോമസോമാണ് ഗ്യാമേറ്റിൽ ഉണ്ടാവുക. അതിൽ 22 ഓട്ടോസോംസ് ആണ്. 22 ഓട്ടോസോം പ്ലസ് എക്സ് എന്ന സെക്സ് ക്രോമസോം മാത്രമല്ലേ ഫീമെയിൽ ഉണ്ടാവുള്ളൂ. മെയിലാണ് എക്സും വൈ ഉള്ളത്, ഫീമെയിലിൽ എക്സ് മാത്രമേ ഉള്ളൂ. സോ 22 ഓട്ടോസോംസ് പ്ലസ് എക്സ് ആണ് ഫീമെയിൽ. 22 ഓട്ടോസോംസ് പ്ലസ് എക്സും 22 ഓട്ടോസോംസ് പ്ലസ് വൈയും ഉണ്ട 2 ടൈപ്പ് സ്പേമുകൾ ഉണ്ടാക്കുന്നുണ്ട് മെയില്. എന്നാൽ ഫീമെയിലിൽ 22 ഓട്ടോസോംസ് പ്ലസ് എക്സ് എന്ന ഒറ്റ ടൈപ്പ്, ആ ഒരൊറ്റ ടൈപ്പ് ഓവം മാത്രമാണ് ഫീമെയിൽ ഉണ്ടാക്കുന്നത്. സോ ഫീമെയിലിൻ്റെ മെയിലിൻ്റെ ഗ്യാമേറ്റ് പറഞ്ഞു. ഇനി ഇതിന് ഫ്യൂഷൻ നോക്കുക. 22 ഓട്ടോസോംസ് പ്ലസ് എക്സ് എന്ന സ്പേമുമായിട്ടാണ് ഓം ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ 44 ഓട്ടോസോംസ് പ്ലസ് എക്സ്, സോ ഫീമെയിൽ. 22 ഓട്ടോസോം പ്ലസ് വൈ എന്ന സ്പേമുമായിട്ടാണ് ഓം ഫ്യൂസ് ചെയ്യുന്നതെങ്കിലോ 44 ഓട്ടോസോം പ്ലസ് എക്സ് വൈ, ദാറ്റ് ഈസ് മെയിൽ. സോ ഏത് ടൈപ്പ് സ്പേമാണ് ഓവത്തിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്, ഏത് ടൈപ്പ് സ്പേമാണ് ഓവത്തിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ കുട്ടിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. എക്സ് ഉള്ള സ്പേമുമായിട്ടാണ് ഓം ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഫീമെയിൽ. വൈ ഉള്ള സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് മെയിൽ. അതാണ് മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പോൾ ആ സൈഗോട്ടിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യപ്പെട്ടു. ഇനി നെക്സ്റ്റ് ആ സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പോൾ എവിടെയാണ് സൈഗോട്ടുള്ളത്? സൈഗോട്ട് ഈസ് ഇൻസൈഡ് ദ ഫെലോപ്പിയൻ ട്യൂബ്. അത് ഫെലോപ്പിയൻ ട്യൂബിനകത്ത് വെച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെൽ ഡിവൈഡ് ചെയ്യുന്നു. ആ സെൽ ഡിവിഷനെ പറഞ്ഞ പേരാണ് ക്ലീവേജ്. ക്ലീവേജ് ഇസ് ദ സെൽ ഡിവിഷൻ ഓഫ് സൈഗോട്ട്. അവിടെ സെൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിങ്ങനെ മൂവ് ചെയ്യാം. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് യൂട്രസിലേക്ക് പോകണം, യൂട്രസിന് വേണ്ടിയിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്, അതിനുവേണ്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സെൽ ഡിവൈഡ് ചെയ്യുന്നു. ക്ലീവേജിൽ ആ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള സൈഗോട്ട് 2 സെല്ലാവും, 4 സെല്ലാവും, 8 സെല്ലാവും, 16 സെല്ലാവും. ആ ഒരു കണ്ടീഷനെ 8 അല്ലെങ്കിൽ 16 സെല്ല് വരെയുള്ള ആ ഒരു സ്റ്റേജിനെ പറഞ്ഞ പേരാണ് മോറുല എന്ന് പറയും. എന്താ പറയുക? മോറുല. 16 സെൽഡ് സ്റ്റേജ് നോൺ ആസ് മോറുല. ദെൻ മോറുല ഫർദർ ഡെവലപ്പ് ചെയ്യുന്നു. മോറുല ഫർദർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് ഫോംസ് എ സ്ട്രക്ചർ നോൺ ആസ് ബ്ലാസ്റ്റുല. ബ്ലാസ്റ്റുല ഫർദർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് ഫോംസ് ദ ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് എത്തുമ്പോഴേക്ക് അത് യൂട്രസിനകത്ത് എത്തിയിട്ടുണ്ടാവും. ഫെലോപ്പിയൻ ട്യൂബിൽ നിന്ന് പോയി യൂട്രസിനകത്ത് എത്തിയിട്ടുണ്ട്. 2 ലേയേഴ്സ് ഓഫ് സെൽസ് ഉള്ളത്. ഔട്ടർ ലെയർ ഓഫ് സെൽ ഈസ് നോൺ ആസ് ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് ഇന്നർ സെൽ മാസ്. ഇങ്ങനെ ഉണ്ടാവുക. പുറത്ത് കാണുന്ന സെല്ലിനെ ട്രോഫോബ്ലാസ്റ്റ് എന്നും ഉള്ളിലുള്ള മാസ് ഓഫ് സെൽസിനെ ഇന്നർ സെൽ മാസ് എന്നും. പിക്ചർ നോക്കാം. ദെൻ ആ ബ്ലാസ്റ്റോസിസ്റ്റ് പോയി യൂട്രസിനകത്തേക്ക് കയറുന്നു. യൂട്രസിനകത്തുള്ള എൻഡോമെട്രിയത്തിൻ്റെ ഉള്ളോട്ട് കയറിപ്പോകും. യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൻ്റെ ഉള്ളോട്ട് കയറിപ്പോകുന്നു. ആൻഡ് ഇറ്റ് ഈസ് എംബഡഡ് ഇൻ ദ എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിനകത്ത് എംബഡ് ചെയ്യുന്നു. ആ കണ്ടീഷനെ പറഞ്ഞ പേരാണ് ഇംപ്ലാന്റേഷൻ.
ആൻഡ് ബ്ലാസ്റ്റോസിസ്റ്റിന് 2 ലേയേഴ്സ് ഉണ്ടല്ലോ, ഔട്ടർ ലെയർ ട്രോഫോബ്ലാസ്റ്റും ഇന്നർ ആയിട്ടുള്ള സെൽ മാസ് ഉണ്ടല്ലോ. ആ ഔട്ടർ ആയിട്ടുള്ള ട്രോഫോബ്ലാസ്റ്റ് ഇറ്റ് ഹെൽപ്സ് ഫോർ ഇംപ്ലാന്റേഷൻ ആൻഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് പ്ലാസെൻഡ. ആ യൂട്രസ് എംബ്രിയോമായിട്ട് കണക്ട് ചെയ്യുന്ന സാധനമാണ് പ്ലാസെൻഡ. സോ പ്ലാസെൻഡ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ട്രോഫോബ്ലാസ്റ്റ് ആണ്. ആൻഡ് ആ സെൽ മാസ്, ഉള്ളിൽ കാണുന്ന മാസ് ഓഫ് സെൽ, ഇന്നർ സെൽ മാസ്, ഇറ്റ് ഡെവലപ്സ് ആസ് ദ എംബ്രിയോയെ ഡെവലപ്പ് ചെയ്യുന്നു. യെസ്, ആ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ഇംപ്ലാന്റേഷൻ. അപ്പോൾ സൈഗോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആ സെൽ ഡിവിഷനെ പറഞ്ഞ പേരാണ് ക്ലീവേജ് ചെയ്യുമ്പോൾ 2, 4, 6, 8 അങ്ങനെ 16 ആകുമ്പോഴേക്ക് അതിന് പറഞ്ഞ പേരാണ് മോറുല ഫർദർ ഡെവലപ്സ് ടു ബ്ലാസ്റ്റുല ഫർദർ ഡെവലപ്സ് ടു ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പോഴേക്കും അത് ഫെലോപ്പിയൻ ട്യൂബിൽ നിന്ന് യൂട്രസിനകത്തെത്തി. യെസ്, ദെൻ യൂട്രസിന് അകത്തെത്തി കഴിയുമ്പോൾ അത് ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഔട്ടർ ലെയറിന് പറഞ്ഞ പേരാണ് ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് ഇന്നർ മാസ് ഓഫ് സെൽ ഈസ് ദ ഇന്നർ സെൽ മാസ്. ആ സ്റ്റേജിലാണ് ഇംപ്ലാന്റേഷൻ ഉണ്ടാവുക. അത് യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിനകത്തേക്ക് കയറുന്നു. ആ പ്രോസസ്സ് കയറിക്കഴിഞ്ഞ് അവിടെ അറ്റാച്ച് ചെയ്യുന്നു. യൂട്രസിൻ്റെ അകത്തേക്ക്, ഇൻഡോമെട്രിയത്തിൻ്റെ അകത്തേക്ക് കയറുന്നു. ആൻഡ് ആ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എംബഡഡ് ഇൻ ദ എൻഡോമെട്രിയത്തിനകത്ത് എംബഡ് ചെയ്യാണ്. ആൻഡ് ഔട്ടർ ലെയർ ആയിട്ടുള്ള ട്രോഫോബ്ലാസ്റ്റ് helps for implantation and the formation of placenta. And ഉള്ളിൽ കാണുന്ന mass of cell, the inner cell mass develops as embryo. Yes, that is the implantation. അപ്പോൾ അത്രയുമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. അപ്പോൾ ഇൻസെമിനേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഇൻസേർഷൻ ഓഫ് ദ സെമൻ ഇൻ ടു ദ ഫീമെയിൽ വെജൈനൽ ഓപ്പണിംഗ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൻ്റെ ഓപ്പണിംഗ് ആയിട്ടുള്ള വെജൈനയ്ക്കകത്ത് സെമൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ മിക്സർ ഓഫ് ദ സെമിനൽ പ്ലാസ്മ ആൻഡ് സ്പേം. പെനിസ് വഴി പുറത്തു വരുന്ന ആ സെമനെ ഇൻസേർട്ട് ചെയ്യുന്ന, ഫീമെയിലിൻ്റെ വെജൈനയ്ക്കകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ഇൻസെമിനേഷൻ. സോ ഫീമെയിലിൻ്റെ വെജൈനയ്ക്കകത്തെത്തി, വെജൈനയിൽ നിന്ന് അത് മൂവ് ചെയ്തുകൊണ്ട്, സ്പേം മൂവ് ചെയ്തുകൊണ്ട് സെർവിക്സ്, യൂട്രസ് വഴി ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംബിളെത്തുന്നു. ആ സമയത്ത് അവിടെ ഓവുലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓവം റിലീസ് ചെയ്യുന്നു. ആ ഓവത്തിനെ ഫെലോപ്പിയൻ ട്യൂബ് കളക്ട് ചെയ്തുകൊണ്ട് ആംബുലിൽ എത്തുന്നു. സൈമൾട്ടേനിയസ് ആയിട്ട് സ്പേമും ഓവവും ആംബുലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ, ദ നെക്സ്റ്റ് പ്രോസസ്സായ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവും. ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്നത് സ്പേമും ഓവവും രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംബുലിൽ എത്തിക്കഴിഞ്ഞാലാണ്. അവിടെ സ്പേമിൻ്റെ അക്രോസോം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇറ്റ് റിലീസസ് ദ എൻസൈം, ഹ്യാലുറോണിഡേസ് എൻസൈം റിലീസ് ചെയ്യുന്നു. ഇറ്റ് വിൽ ഡിസോൾവ് ദ മെംബ്രെയിൻ ഓഫ് ഓവം. സോ സ്പേം ആ മെംബ്രെയിൻ ഡിസോൾവ് ചെയ്തതിലൂടെ അകത്തേക്ക് കയറുമ്പോൾ സോണ പെലൂസിഡ എന്ന ഓവത്തിൻ്റെ ലെയറുമായിട്ട് കോൺടാക്ട് ചെയ്ത് വന്നാൽ ഫോംസ് എ ന്യൂ ലെയർ നോൺ ആസ് ഫെർട്ടിലൈസേഷൻ മെംബ്രെയിൻ ടു പ്രിവെൻറ്റ് പോളിസ്പെർമി. ഫർദർ എൻട്രി ഓഫ് സ്പേംസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. സോ സ്പേം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഓഫ് സെക്കൻഡറി oocyte to form ovum and the polar body degenerates and the ovum form ചെയ്തു. ഓവത്തിൻ്റെ ന്യൂക്ലിയസും സ്പേമിൻ്റെ ന്യൂക്ലിയസും കൂടി ഫ്യൂസ് ചെയ്തുകൊണ്ട് സൈഗോട്ട് ഫോം ചെയ്തു. ദെൻ സൈഗോട്ടിൻ്റെ സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. നമുക്കറിയാം, നമുക്ക് 2 ടൈപ്പ് സെക്സ് ക്രോമസോമാണ്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. ആൻഡ് എക്സ് ആൻഡ് വൈ എങ്ങനെ 2 ടൈപ്പ് സെക്സ് ക്രോമസോം കാണുന്നത് മെയിലാണ്. ഫീമെയിലിൽ എക്സ് എന്ന ഒരു ടൈപ്പ് സെക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. സോ മെയിലിൻ്റെ ക്രോമസോം എന്ന് പറഞ്ഞാൽ 44 ഓട്ടോസോംസ് പ്ലസ് എക്സ് വൈ ആണ്. ആൻഡ് ഫീമെയിലിൽ 44 ഓട്ടോസോം പ്ലസ് എക്സ് ആണ്. മെയിൽ ഉണ്ടാക്കുന്ന ഗ്യാമേറ്റ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഗ്യാമേറ്റ് ഉണ്ട്. 22 ഓട്ടോസോംസ് പ്ലസ് എക്സ് എന്ന ഗ്യാമേറ്റും 22 ഓട്ടോസോം പ്ലസ് വൈ എന്ന ഗ്യാമേറ്റും, അങ്ങനെ 2 ടൈപ്പ് ഗ്യാമേറ്റ് ഉണ്ടാക്കും മെയിൽ. ആൻഡ് ഫീമെയിൽ ആണെങ്കിൽ 44 ഓട്ടോസോം പ്ലസ് എക്സ് ആണ്. അവിടെ നിന്നുണ്ടാകുന്ന ഗ്യാമേറ്റ് ആണ് 22 ഓട്ടോസോം പ്ലസ് എക്സ് എന്ന ഒരു ടൈപ്പ് ഗ്യാമേറ്റ്. ഒരു ടൈപ്പ് ഓവം മാത്രമാണ് ഫീമെയിൽ ഉണ്ടാക്കുന്നത്. ഇത് ഫ്യൂസ് ചെയ്യുമ്പോൾ 22 ഓട്ടോസോം പ്ലസ് എക്സ് എന്ന സ്പേമുമായിട്ടാണ് ഓവം ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ 44 ഓട്ടോസോം പ്ലസ് എക്സ് ആണ്, ദാറ്റ് ഈസ് ഫീമെയിൽ. ആൻഡ് 22 ഓട്ടോസോം പ്ലസ് വൈ എന്ന ഗ്യാമേറ്റുമായിട്ടാണ്, സ്പേമുമായിട്ടാണ് ഓവം ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ 44 ഓട്ടോസോം പ്ലസ് എക്സ് വൈ ആണ്, ദാറ്റ് ഈസ് മെയിൽ. സോ ഏത് ടൈപ്പ് സ്പേമാണ് ഓവമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്? എക്സുള്ള സ്പേമാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഫീമെയിൽ. വൈയുള്ള സ്പേമാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് മെയിൽ. ദാറ്റ് ഈസ് എ മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പോൾ സെക്സ് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി സൈഗോട്ടിൻ ഡെവലപ്മെൻ്റ് ആണ്. സൈഗോട്ടിൻ്റെ സെൽ ഡിവിഷനെ പറഞ്ഞ പേരാണ് ക്ലീവേജ് നടക്കുമ്പോൾ സിംഗിൾ സെല്ലിൻ്റെ സൈഗോട്ടാണ്. 2 സെല്ലോ 4 സെല്ലോ 6 സെല്ലോ 8 സെല്ലോ അങ്ങനെ 16 ആവുമ്പോഴേക്ക് ആ സ്റ്റേജിനെ പറഞ്ഞ പേരാണ് മോറുല ഫർദർ ഡെവലപ്സ് ടു ബ്ലാസ്റ്റുല ഫർദർ ഡെവലപ്സ് ടു ദ ബ്ലാസ്റ്റോസിസ്റ്റ്. ആ കണ്ടീഷൻ എത്തുമ്പോഴേക്ക് യൂട്രസിനകത്തെത്തി ഈ ഡെവലപ്പ് ചെയ്ത സ്ട്രക്ചർ.
ആൻഡ് ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ബ്ലാസ്റ്റോസിസ്റ്റിന് 2 ലേയേഴ്സ് ആണ്. ഔട്ടർ ലെയർ ഇസ് ദ ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് ഇന്നർ മാസ് ഓഫ് സെൽസ് നോൺ ആസ് ഇന്നർ സെൽ മാസ്. ദ ഔട്ടർ ട്രോഫോബ്ലാസ്റ്റ് ഹെൽപ്സ് ഫോർ ദ അറ്റാച്ച്മെന്റ്, ഇംപ്ലാന്റേഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് പ്ലാസൻഡ. ആൻഡ് ഉള്ളിൽ കാണുന്ന മാസ് ഓഫ് സെൽ ഇന്നർ സെൽ മാസ് ഇറ്റ് ഡെവലപ്സ് ടു എംബ്രിയോ. ആ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രസിനകത്തേക്ക്, യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ അവിടെ അറ്റാച്ച് ചെയ്യുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് ഇംപ്ലാന്റേഷൻ. ഇറ്റ് ഈസ് എംബഡഡ് ഇൻ ദ എൻഡോമെട്രിയം. ദാറ്റ് ഈസ് ദ ഇംപ്ലാന്റേഷൻ. ഈ ഒരു വീഡിയോ നോക്കുക, ഈ വീഡിയോ നോക്കി കാണാം. കൃത്യമായിട്ട് നമ്മൾ ഫലോപ്പിയൻ ട്യൂബിനകത്ത് വെച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ മൂവ് ചെയ്ത് വരികയാണ്. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ, ഈ എംബ്രിയോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ സെൽ ഡിവിഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മൂവ് ചെയ്ത് വന്നു യൂട്രസിനകത്തേക്ക് എൻട്രി ചെയ്യുന്നു. ദെൻ അത് യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിനകത്തേക്ക് കയറിക്കൊണ്ട് അവിടെ എംബഡ് ചെയ്യുന്ന, അവിടെ അറ്റാച്ച് ചെയ്യുന്ന, ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. യെസ്. അപ്പോൾ അത്രയുമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ പറഞ്ഞു ഇൻസെമിനേഷൻ പറഞ്ഞു, ഫെർട്ടിലൈസേഷൻ പറഞ്ഞു, സെക്സ് ഡിറ്റർമിനേഷൻ പറഞ്ഞു, ക്ലീവേജ് പറഞ്ഞു, ഇംപ്ലാന്റേഷൻ പറഞ്ഞു. അതിൽ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സിൽ പെടുന്ന 3 ഭാഗങ്ങളാണ്. ഒന്ന് ഇൻസെമിനേഷൻ, രണ്ടാമത്തെ ഫെർട്ടിലൈസേഷൻ, നെക്സ്റ്റ് ഇംപ്ലാന്റേഷൻ. ഇനി റീപ്രൊഡക്റ്റീവ് ഇവൻറ്റിൻ്റെ ബാക്കിയുള്ള നമുക്ക് പോസ്റ്റർ പഠിക്കാനുള്ളത് നെക്സ്റ്റ് ഈസ് ദ ജസ്റ്റേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ദാറ്റ് എംബ്രിയോ, അറ്റാച്ച് ചെയ്ത് ഇംപ്ലാന്റ് ചെയ്തതിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ പാർച്ചുറേഷൻ. ഈ 2 ടോപ്പിക്കുകളാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.